അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നേരത്തെ എണീറ്റിട്ട് എനിക്ക് അമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മയ്ക്ക് വെളുപ്പിന് 8 മണിക്ക് തന്നെ പോകാനുള്ള കേട്ടോ. അതുകൊണ്ട് ഞാൻ ദേ ഫസ്റ്റ് തന്നെ പയറും തക്കാളിയൊക്കെ കറിക്കുള്ളത് വേവിക്കാൻ വെച്ചുകൊണ്ട് ഞാൻ ദേ ഇഡ്ഡലി ചുടാൻ നിന്നു കേട്ടോ. രണ്ട് തട്ട് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ ചുടാൻ വെച്ചു. പുറത്തൊക്കെ നല്ല ഇരുട്ടാട്ടോ. അപ്പോൾ ദേ നമുക്ക് തേങ്ങ അമ്മ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇനി തേങ്ങ അരച്ച കറികളൊക്കെ പ്രതീക്ഷിക്കുക. പിന്നെ ഇവിടെ തേങ്ങ ചിരവില്ലാത്തതുകൊണ്ട് ഞാനൊരു മരം കുത്തിയെ പോലെ ഇരുന്ന് കുറേ നേരം കുത്തിയിട്ടാണ് അതിൽ നിന്ന് കിട്ടിയത്. പച്ച തേങ്ങ ആയതുകൊണ്ട് കുത്താൻ പാടായിരുന്നു. അത് കുത്തി അതിനകത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചാൽ ഞാൻ തേങ്ങാപ്പാൽ അരച്ചപ്പോൾ ഇച്ചിരി ജീരകവും വെളുത്തുള്ളിയും ചെയ്തിട്ട്, കാരണം ചെറുപയറായതുകൊണ്ടേ. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടി മാത്രം ഇട്ടാണ് ഇത് വേവിച്ചത്. അപ്പം നമ്മളത് താളിക്കണ ടൈമിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കൂടെയൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ താളിക്കണേ. അപ്പോഴാണ് കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ താളിക്കണ ടൈമിൽ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് താളിച്ചത്. എന്നിട്ട് അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി കുത്താൻ നിന്നു കേട്ടോ. പെട്ടെന്ന് എൻ്റെ അമ്മായിയും പറയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇഡ്ഡലി കുത്തിയാൽ മതിയെന്ന്. അമ്മ പറയും ഇപ്പം തന്നെ ഇഡ്ഡലി കുത്തണമെന്ന്. എന്തൊക്കെയായാലും കുത്തിയാൽ പോരെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ. എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ ഏതാണ് കൂടുതൽ ബെറ്റർ എന്ന്. ഞാൻ കുത്തുമ്പോൾ എപ്പോഴായാലും പോരാറുണ്ട്. ഞാൻ ടൈം പോലെയൊക്കെ ഇങ്ങോട്ട് കുത്തിയെടുക്കാറാണ് പതിവ്. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത ഇതിനുള്ള ഇഡ്ഡലിയോടെയും വച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രം കഴുകാൻ വേണ്ടി നിന്ന്. അല്ലെങ്കിൽ പാത്രം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും. അപ്പോൾ ഞാൻ കയറി ഉണ്ടാക്കിയ പാത്രവും ജാറും അതും ഇതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് എനിക്ക് ഇനി ആ കറി ഒരു പാനിലേട്ട് ഒഴിച്ചു വെക്കണം. കാരണം എനിക്ക് ത്രിലോകിന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു മുട്ട പൊരിക്കണം എന്നുണ്ട്. ആൾക്ക് വേറെ അച്ചിങ്ങോലത്തെ ഇരിക്കണം, അത് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഡിഷിലോട്ട് കഴുകിയിട്ട് അതിനകത്തിട്ട് പയറാക്കി വെച്ചിട്ടാണ്. പയറൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കണം. ചുക്ക് ശർക്കര നമ്മൾ മറയൂർ പോയപ്പോൾ വാങ്ങിയണ്ടേ. അപ്പം അത് വെച്ചിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബിബിക്ക് ചോറാക്കിയിട്ട്, ബിബിക്ക് ഇന്ന് ആലപ്പുഴ പോകാനുള്ള കാരണമുണ്ട് നേരത്തെ പോകണം. അപ്പോൾ ബിബി ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ത്രിലോകിനുള്ള പരിപാടിയാക്കി. ത്രിലോകിൻ്റെ ലഞ്ച് ബോക്സ് മുട്ട ഒരിച്ചതും പിന്നെ താളും മോരും ഇന്നലെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായല്ലോ അതുകൂടെ ആക്കിയിട്ട് ലഞ്ച് ബോക്സ് അടച്ച് മാറ്റി വെച്ചുകൊണ്ട് 3 ഇഡ്ഡലിയും കുറച്ച് പയറുകറിയോടെ ഒഴിച്ചിട്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുത്തത്. അപ്പോൾ അവൻ്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ അടുക്കളയിൽ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഹോളിലേക്ക് വന്നു. പിന്നെ ഹോളിലൊരു ഉന്തൂത്തി പറയലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ ലഞ്ച് ബോക്സും ആക്കണം, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ബാഗിലായിട്ട് എടുത്തു വെക്കണം. ബിബി അവിടെ സ്പ്രേ ഒക്കെ അടിച്ച് പോകാനുള്ള പരിപാടി. പിന്നെ അവിടെ പേസ്റ്റ് കാണില്ലാന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ ത്രിലോകിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വോമിറ്റിങ്ങിൻ്റെ മരുന്ന് കൊടുത്തിട്ടാ. അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പോവാൻ വേണ്ടി നിൽക്കണു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മഴ. പിന്നെ എനിക്ക് ഒരു മൂടുണ്ടായില്ല. പിന്നെ ഞാനൊരു പാട്ടൊക്കെ വെച്ച് മുഖത്തൊക്കെ ഇച്ചിരി മസാജൊക്കെ ചെയ്ത് കുളിക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പം ഒരു 8:30 ആയിട്ടുള്ളൂ കേട്ടോ, അത്ര സമയമായിട്ടുള്ളൂ. വിളക്കൊക്കെ കത്തിച്ച് സമാധാനത്തോടെ കുറച്ച് നേരം ഇരുന്നു. അപ്പം ഇത്രയുള്ളൂ ഗൈസ്, ബൈ.